ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റെയറിൻ്റെയൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒരു സ്റ്റെയറിൻ്റെ ഓപ്പൺ വയറിങ് നമുക്ക് എങ്ങനെ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ നമ്മൾ വെട്ടിപ്പൊളിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സാധാരണ ഇതിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എങ്ങനെയാണോ ബിൽഡിങ്ങിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നീറ്റായിരിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് പൈപ്പുകളൊന്നും തൂങ്ങി പോരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം. ഒരു ബിൽഡിങ്ങിൻ്റെ ചെയ്തിരിക്കുന്നതാണ്. ബിൽഡിങ്ങിലേക്ക് കയറി വരുന്നതിൻ്റെ ഷട്ടർ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 60 സെൻറ്റിമീറ്റർ മാറ്റി ഒരു 4 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ 3 മോഡ്യൂളിൻ്റെ പ്ലേറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മോഡുലാർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് 3 സ്വിച്ചാണ് കൊടുക്കുന്നത്. 2 വേ സ്വിച്ച് ആയതുകൊണ്ട് മുകളിലും താഴെ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു 2 വേ സ്വിച്ചും പിന്നെ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ലൈറ്റുകളുടെ ഓപ്ഷനുമാണ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെ icse പൈപ്പ് ഇട്ടാണ് ചെയ്യേണ്ടത്. കാരണം സാധാ പൈപ്പിട്ട് ചെയ്തു എന്ന് വിചാരിച്ച വിഷയമില്ല. സാധാ പൈപ്പ് നമ്മൾ എവിടെയെങ്കിലും സ്റ്റെയർ ആയതുകൊണ്ട് എന്തെങ്കിലും തട്ടലോ മുട്ടലോ വന്നു കഴിയുമ്പോൾ പൈപ്പ് പൊട്ടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്നേക്കുമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ icseയുടെ പൈപ്പിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും. അതായത് ഒരു സ്റ്റെയർ കയറി വരുന്ന അതിൻ്റെ കട്ടിങ്ങുകൾ ഉണ്ടാവും. ഇപ്പോൾ ഈ കട്ടിങ്ങുകൾ ഉണ്ടാവും, അതായത് ലാൻഡിങ് ഉണ്ടാവും. അപ്പോൾ ആ ലാൻഡിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സെൻറ്ററിൽ ഒരു പോയിന്റ് ലൈറ്റ് പോയിന്റ് കൊടുത്ത് അവിടെയാണ് നമ്മുടെ 2 വേ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത്. 2 മുകളിൽ നിന്നും താഴേക്കും. പിന്നെ ആ വരുന്ന സ്ഥലത്ത് കർവ് ചെയ്ത് നമ്മൾ കൊടുക്കണം. കർവ് കൊടുക്കുന്ന icse പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സ്പ്രിങ് ഇട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളച്ചെടുക്കാൻ പറ്റും. സാധാ പൈപ്പ് ആകുമ്പോൾ സ്പ്രിങ് ഇട്ട് വളയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് icse പൈപ്പ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാർക്കയ്ക്ക് ഇടുന്ന പൈപ്പ് icse പൈപ്പ് എന്ന് വെച്ചാൽ വാർക്കയുടെ അകത്ത് ഇടുന്ന ടൈപ്പ് പൈപ്പ് icse ക്വാളിറ്റി പൈപ്പ് ഉണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചെടുക്കാൻ സാധിക്കും. ബെൻഡ് നമുക്ക് മാക്സിമം ഒഴിവാക്കാനും സാധിക്കും. ഇതും അതുപോലെ തന്നെ നമ്മൾ ബോക്സ് വെച്ചിരിക്കുന്ന മുകളിൽ കയറി വരുന്ന സ്റ്റെയറിൽ 3 മോഡ്യൂളിൻ്റെ ബോക്സാണ്. ഫസ്റ്റ് 2 വേ താഴെ വരും, സെക്കൻഡ് 2 വേ മുകളിൽ വരും. പിന്നെ ബാക്കി വരുന്ന സപ്ലൈ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് വന്നിരിക്കുന്ന സപ്ലൈ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഹൈറ്റ് നമ്മൾ ബോക്സിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 130 സെൻറ്റിമീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ അടുത്ത സെക്ഷനിലേക്ക്, അതായത് 2 നില 3 നിലയുടെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ സ്ഥലത്ത് നമ്മൾ ബെൻഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് എൽബോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൽബോ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് പിന്നീട് നമുക്ക് വലിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്കുള്ള സപ്ലൈ നമ്മൾ ഓൾറെഡി നേരത്തെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് കോമൺ സപ്ലൈ ആയതുകൊണ്ട്, അതായത് ഫേസ് ന്യൂട്രും കോമൺ ആയതുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നമ്മൾ വലിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ബെൻഡ് നമുക്ക് ഇട്ടാൽ മാത്രമേ നമുക്ക് സ്പ്രിങ് തള്ളിയാൽ ബെൻഡിലൂടെ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അതിന് ശേഷം ഇപ്പോൾ ജംഗ്ഷനുകളിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ കട്ടിങ്ങൾ വരുന്ന സ്ഥലത്ത് പൈപ്പ് നമ്മൾ വളച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലാൻഡിങ്ങിൻ്റെ സെൻറ്റർ കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ ഏകദേശം 40-45 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് സാഡിലുകൾ കൊടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ സാഡിലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഫിഷർ ചെയ്തിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. 20 mm പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 20 mm അതുപോലെ തന്നെ 20 mm എല്ലാ ജംഗ്ഷനുകളും എല്ലാം തന്നെ 3 വേ ജംഗ്ഷൻ ആണെങ്കിലും 4 വേ ജംഗ്ഷൻ ആണെങ്കിലും 2 വേ ജംഗ്ഷൻ ആണെങ്കിലും എല്ലാം 20 mm ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.